ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറ്റയൊല്ലൊരു ജീവിയും. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധതരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്തെല്ലാമെന്നാണ് ചോദ്യം. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? ഏതൊക്കെയുണ്ട്? മാൻ, മുയൽ. സ്ഥലവും ആഹാരവും. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ചെറുമീനുകൾ, പുൽച്ചാടി, ഒച്ച്, പുഴുക്കൾ ഒക്കെ. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവജാലങ്ങളുണ്ട്? ചെറുമീനിനെ ആഹാരമാക്കുന്നത് തവള, ആമ, കൊക്ക്, കാക്ക ഒക്കെ. ചിത്രത്തിൽ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലുകളിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രം പൂർത്തിയാക്കാനെന്ന് പറയുന്നത്. സസ്യം കഴിക്കുന്ന എന്തൊക്കെയാണ്? ചെറുമീനുകൾ സസ്യം കഴിക്കും. പിന്നെ പുൽച്ചാടി സസ്യം കഴിക്കും. ചെറുമീനിനെ വലിയ മീൻ കഴിക്കും. പിന്നെ ചെറിയ മീനിനെ തവള കഴിക്കും. തവളയും ഈ വലിയ മീനിനെ തവളയും ഒക്കെ ആര് കഴിക്കും? കൊക്ക് കഴിക്കും. അടുത്ത് കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കും. സസ്യത്തെ മാൻ കഴിക്കും. മാനിനെ കടുവ കഴിക്കും. അതുകൊണ്ട് സസ്യം മുയൽ കഴിക്കും. മുയലിനെ കടുവ അല്ലെങ്കിൽ സിംഹം ഒക്കെ കഴിക്കും. സസ്യത്തെ പുൽച്ചാടി കഴിക്കും. പുൽച്ചാടി ആര് കഴിക്കും? കൊക്ക് കഴിക്കും. കൊക്കിനെ എന്തെങ്കിലും മൃഗങ്ങൾ കഴിക്കും. അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് വെബിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഈ ശൃംഖലകൾ കടലിലും. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. ഇനി ആഹാരം നോക്കാം. കടലിലെ ജീവികളാണ് ചിത്രത്തിൽ ഈ ചുവടെ കൊടുത്തിരിക്കുന്നവയെ പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കാനെന്നാണ് പറയുന്നത്. സ്രാവ് എൻ്റെ ആഹാരം എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ. ഇതിനെയൊക്കെ സ്രാവ് കഴിക്കും. മത്തി കഴിക്കുന്ന ചെറുമീനുകളും പ്ലവകങ്ങളുമാണ്. പ്ലവകങ്ങളും ചെറുമീനിനെ മത്തി കഴിക്കും. കടലാമ കഴിക്കുന്ന സസ്യഭാഗങ്ങളും മീനുകളൊക്കെയാണ്. ചെറുമീനുകൾ പ്ലവകങ്ങൾ കഴിക്കും. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്താണ്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് ഇവരെന്ന് പറയുന്നത്. കരയിൽ സസ്യങ്ങളാണെങ്കിൽ സമുദ്രം പോലെയുള്ളവയിൽ പ്ലവകങ്ങളാണ് ഉൽപ്പാദകരായിട്ട് പറയുന്നത്. എത്രയെത്ര ആഹാരബന്ധങ്ങൾ! നിങ്ങളുടെ പരിസരത്തുമുള്ള ഒരു മരത്തെക്കുറിച്ച് കുറച്ചു ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം തയ്യാറാക്കാനെന്നാണ് പറയുന്നത്. അടുത്തത് നിലനിൽപ്പിനായി. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ട്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ. അടുത്ത ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിനു പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്, ഹാബിറ്റേറ്റ്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? ഒരു ജീവിയുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. ഒരു ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവീയവും അജീവമായ ഘടകങ്ങൾ അടങ്ങിയ ചുറ്റുപാടിനെയാണ് എന്ത് പറയുന്നത്? അതിൻ്റെ ആവാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആവാസത്തിൽ അതിൽ ജീവിക്കാൻ സാഹചര്യം എല്ലാം തന്നെ കാണും. അത് ജീവനുള്ളവയായിട്ടായാലും ജീവനില്ലാത്തവയായിട്ടായാലും. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട് എന്നാണ് പറയുന്നത്. ചിത്രം നോക്കൂ.
പുൽമേട്, മരുഭൂമി, കണ്ടൽക്കാട്. ജീവി കാക്ക. ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ജീവി ആട്. ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ. എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അടുത്ത അധിനിവേശക്കാരൻ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളങ്ങളിൽ ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസവ്യവസ്ഥയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ജലാശയങ്ങളിലെ ജീവികളെല്ലാം, അതായത് ചെറു മത്സ്യങ്ങളെയൊക്കെ, നാടൻ മത്സ്യങ്ങളെയൊക്കെ ഇത് തിന്ന് തീർക്കും. ഒരു ആവാസ വ്യവസ്ഥ തന്നെ നാശം ഉണ്ടാകും. ആഹാരബന്ധം. പുല്ല്, പുഴുവിനെ കോഴി തിന്നുന്നു, കോഴിയെ കുറുക്കൻ തിന്നുന്നു. അങ്ങനെ പുല്ല്. പിന്നെന്തുണ്ട്? അണ്ണാനെ കുറുക്കൻ അല്ലെങ്കിൽ അണ്ണാനെ പൂച്ച കഴിക്കും, അല്ലെങ്കിൽ പാമ്പ് കഴിക്കും. പാമ്പിനെയും കുറുക്കനെയൊക്കെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും. ആഹാര ശൃംഖലാജാലത്തിൽ. ഇതൊരു ആഹാര ശൃംഖലാജാലമാണ്. ആഹാര ശൃംഖലയിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് എന്ത് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ഒന്നാമത്തെ കണ്ണി ആരാണ്? പുല്ല്. അവസാനത്തെ കണ്ണി കഴുകൻ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഉൽപാദകരിൽ നിന്നാണ്. അതായത് ഉൽപാദകർ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് സസ്യങ്ങളാണ്. ആഹാര നിർമ്മാണം. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, ജലം, മണ്ണ്, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിൽ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഈ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഊർജ്ജം ലഭിക്കാൻ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. പല നിറം. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. പിന്നെ ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ഇനി വാതക വിനിമയം. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ഓക്സിജനാണ്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് നോക്കൂ. നൈട്രജൻ, ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ. രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് ആർഗൺ, നാലാമത് മറ്റുള്ളവ, അഞ്ചാമത്
കാർബൺ ഡൈ ഓക്സൈഡ്. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം ഉണ്ട്. എന്താണ് പ്രത്യേക ഭാഗം? സ്റ്റൊമാറ്റ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇലകളിലെ ഉള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ എന്ത് പറയുന്നു? സൂക്ഷ്മ സുഷിരങ്ങളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇലകളിലൂടെ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സ്റ്റൊമാറ്റ വഴിയാണ് അത് നടക്കുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു പകൽ സമയങ്ങളിൽ. രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്താക്കുന്നു. സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. ആതിഥേയനും അതിഥിയും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഞാൻ മഴവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു. പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഞാൻ ഇത്തിൽ കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്തവളി, മഴവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് ആരൊക്കെയാണ്? സ്വയം ആഹാരം നിർമ്മിക്കുന്നത് മാവ്, ഇത്തിൽക്കണ്ണിയൊക്കെ മഴവാഴയും സ്വയം ആഹാരം നിർമ്മിക്കും. പക്ഷേ ഇത്തിൽക്കണ്ണി ആണെങ്കിൽ ജലവും ലവണമൊക്കെ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കും. മൂടില്ലാത്തവളി പൂർണ്ണമായും മറ്റ് ജീവികളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മറ്റു സസ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കുമോ? മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കൂ. 2 തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. വാസസ്ഥലത്തിന് മാത്രമായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എന്ത് പേര് അറിയപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. മരവാഴ, ഓർക്കിഡൊക്കെ എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. ഇത് ആതിഥേയ സസ്യത്തിന് ദോഷമൊന്നുമില്ല എപ്പിഫൈറ്റുകൾ കൊണ്ട്. അടുത്ത ഇത്തിൽക്കണ്ണികളുടെ വേരുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അത് ഉള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട്. വേരുകൾ എവിടേക്കാണ് വളരുന്നത്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നതിന് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്നാണ് പറയുന്നത്. സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് ആതിഥേയ സസ്യങ്ങളിലേക്ക് വേരുകൾ ഇറക്കി ആഹാരവും ജലവും ലവണവും ഒക്കെ വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ചെടികളിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. എന്താണ് അതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഈ മൂടില്ലാത്താളുകൾക്കുള്ളത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാദങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. സെമി പാരസൈറ്റ്സിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. അത് ജലലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം പാകം ചെയ്യുന്നത്. എന്നാൽ മൂടില്ലാത്താളിയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ സസ്യത്തെ ആശ്രയിച്ചാണ്. അതായത് അതേ സസ്യങ്ങളിലെ പോഷക ഘടകങ്ങളെല്ലാം തന്നെ വലിച്ചെടുത്ത്
കഴിയുന്ന വേരുകളാണ് ഇവർക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഗുണങ്ങൾ വലിച്ചെടുക്കുന്ന മുടിലത്തളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്നും പറയുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.